ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഷെയർ ചെയ്യുന്ന ഒരു അറബിക് കബ്സ റെസിപ്പിയാണ്, ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. ഇതിൽ ഉപയോഗിക്കുന്ന ചേരുവകളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാകുന്ന സാധനം കൊണ്ടാണ്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ. വീഡിയോയിലേക്ക് കിടക്കാം. കബ്സ ഉണ്ടാക്കാൻ ഞാൻ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെയാണ് മസാല ഉണ്ടാക്കുന്നത്, ചോറുണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് വലിയ പാത്രം തന്നെ ഇതിനായിട്ട് എടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ ഓയിലും പിന്നെ പട്ട 2 പീസ് പട്ട, കറാമ്പ് ഇട്ടിട്ടുണ്ട്, ഒരു 10 പീസോളം കറാമ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഏലക്ക എടുത്തിട്ടുണ്ട്, കുറച്ച് വലിയ സൈസുള്ള ഏലക്കയാണ്, 3 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ പൊട്ടിച്ചിടുക. പിന്നെ ബേ ലീഫ് 3 എണ്ണം എടുത്തിട്ടുണ്ട്, അതും ഇതുപോലെ കീറിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ലെമണാണ് വേണ്ടത്, ഡ്രൈ ലെമൺ 3 എണ്ണം എടുത്തിട്ടുണ്ട്, അതും ഇട്ടിട്ടുണ്ട്. ഇതിനെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് വരെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത സവാള 2 എണ്ണം ഇട്ടിട്ടുണ്ട്, 2 മീഡിയം സൈസ് സവാള. പിന്നെ ഇതിലേക്ക് നമ്മൾ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ഓയിൽ മാത്രമാണ് അങ്ങനെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നെയ്യ് മാത്രമായിട്ടും അങ്ങനെ ഉപയോഗിക്കുക. അപ്പോൾ ഞാനിവിടെ ഓയിലും നെയ്യും രണ്ടും കൂടിയിട്ടാണ് എടുത്തത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ലൊരു ബ്രൗൺ കളറാകുന്ന വരെ വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾക്ക് ആവശ്യം ഓറഞ്ചിൻ്റെ തൊലിയാണ്. അതിൻ്റെ വൈറ്റ് ഭാഗം വരാതെ യെല്ലോ ഭാഗം മാത്രമായിട്ട് ഒന്ന് ചുരണ്ടിയെടുക്കാം. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണാണ് ഞാൻ ഇട്ടിട്ടുള്ളത്, അത് ഇട്ട് കൊടുത്ത്. അപ്പോൾ ഈ വൈറ്റ് ഭാഗം വന്നാൽ ഒരു കയ്പ്പ് രുചി വരും, അതുകൊണ്ട് അത് വരാതെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഏലക്കപ്പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് 1 ടീസ്പൂൺ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാവും. പിന്നെ നമ്മളിതിൽ ചേർക്കുന്ന തക്കാളി അരച്ചതാണ്, 2 മീഡിയം സൈസ് തക്കാളിയാണ് നന്നായി അരച്ചിട്ട് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ ഇത് അരക്കപ്പാണ് കേട്ടോ, അരക്കപ്പിൽ 2 പ്രാവശ്യമായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് തക്കാളി അരച്ചതാണ് ഞാൻ ചേർക്കുന്നത്. അതും കൂടി ഇട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കാം. ഇനി ഇത് എണ്ണ ഒന്ന് തെളിയുന്നത് വരെ നമ്മൾക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാനിത് കുറച്ച് ഇതും കൂടി ചേർക്കുന്നുണ്ട്, ടൊമാറ്റോ പേസ്റ്റാണിത്, അതൊരു 3 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇത് ഇല്ലെങ്കിൽ നിങ്ങൾ 2 തക്കാളിയും കൂടെ കൂടുതൽ എടുക്കണം കേട്ടോ. ഇതിൻ്റെ ഒരു പുളിയും ആ ഒരു കളറും വരുമ്പോഴാണ് നമ്മുടെ കബ്സക്ക് ഒന്നും കൂടെ ടേസ്റ്റും ആ ഒരു ഭംഗിയും വരുന്നത്. പിന്നെ നമുക്ക് ഇതിൽ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതൊന്ന് എണ്ണ തെളിയുന്നത് വരെ നമ്മളിത് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് 5 മിനിറ്റ് വരെ നമ്മൾ അടച്ച് വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹനാസ് കിച്ചൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള അറബിക് റെസിപ്പീസ് ചാനലിൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പ്ലേലിസ്റ്റ് തന്നെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോക്കെ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഇനി ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കിലോ ചിക്കനാണ്, അത് 4 പീസാക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. ഇങ്ങനെ ചേർക്കണമെന്നില്ല, നിങ്ങൾക്ക് പീസാക്കിയിട്ട് ഇടാനും പറ്റും കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ മസാല ചിക്കനിലേക്ക് നന്നായിട്ട് ആവാൻ വേണ്ടി എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സാക്കിയ ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം വീണ്ടും തുറന്ന് ഒന്ന് നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ മസാല എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചെറിയ ചിക്കനായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഉണ്ടാക്കാനും എല്ലാത്തിനും ഈസി ആയിട്ട് അങ്ങനെ ചെയ്യാം. പിന്നെ നന്നായിട്ട് മിക്സാക്കി എല്ലാ ഭാഗത്തും മസാല ആയ ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ചിക്കന് ഫുള്ളായിട്ട് വേവിക്കാതെ ഒരു പകുതി വേവുകളും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കന് പകുതി വെന്തതിന് ശേഷം നമുക്കിനി വെള്ളം ചേർത്ത് കൊടുക്കാം.
അരിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് നമ്മളിതിലേക്ക് വെള്ളം ചേർക്കേണ്ടത്. അപ്പോൾ 4 കപ്പ് അരിയാണ് ഞാനിതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളമാണ് ചേർക്കേണ്ടത്. അപ്പോൾ 4 കപ്പിന് 8 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതാ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ വെള്ളം തിളക്കുന്ന ആ ഒരു സമയത്ത് നമുക്കൊരു മസാല ഉണ്ടാക്കണം. അപ്പോൾ ഇത് അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് പിന്നെ ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ വെള്ളത്തിന് പകരമായിട്ട് ഞാനിത് ഓയിൽ തന്നെ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇതാ നമ്മൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ചൂടുവെള്ളം തന്നെയാണ് കേട്ടോ ഞാനിതിലേക്ക് ഒഴിച്ചത്. അപ്പോൾ അത് നന്നായി തിളച്ചിട്ട് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് വരെ ഞാൻ തിളപ്പിച്ചെടുത്തതാണ്. പിന്നെ ഇതാ നമ്മൾക്ക് ഇതിൽ നിന്ന് 2 പീസ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. 2 പീസ് ഞാൻ ഫ്രൈ ചെയ്തിട്ടും വെക്കുന്നുണ്ട്. പിന്നെ 2 പീസ് ഇതിൽ തന്നെ ഈ ഒരു ചോറിൻ്റെ കൂടെ തന്നെ വേവിച്ചെടുക്കുന്നുണ്ട്. സാധാരണ ചോറിൻ്റെ കൂടെ തന്നെ വേവിച്ചെടുത്താലും മതി, നമുക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിലും എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 4 കപ്പ് അരിയാണിത്. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ 2 പീസ് ചിക്കനും ഈ ഒരു വെള്ളത്തിലുണ്ട് കേട്ടോ, അപ്പോൾ ഈ ഒരു മസാലയിൽ. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പും കൂടി ചെക്ക് ചെയ്യാം. ഇനി നമ്മളിതിൽ ചേർക്കുന്നത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. ഇത് 1 കപ്പോളം ഉണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി. പിന്നെ ഇതാ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയിലോട്ട് പകുതി ചെറുനാരങ്ങയുടെ നീര് ഒഴിക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ ഒരു മസാല ഞാൻ ചിക്കന് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ മസാല ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്ത് ആക്കിയാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മസാല ഉണ്ടാക്കി നമ്മൾ ഇതിലേക്ക് നല്ല രീതിയിലൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാല തന്നെ വേണമെന്ന് നിർബന്ധമില്ല, നമ്മൾക്ക് ഇഷ്ടമുള്ള ഏത് മസാല വേണമെങ്കിൽ ഉണ്ടാക്കാം. ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇത് വെന്ത ചിക്കൻ ആയതുകൊണ്ട് ഒരുപാട് സമയം എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. ഒന്നെങ്കിൽ പാനിലോ അല്ലെങ്കിൽ ഓവനിലോ വെച്ചിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഒരു 10 മിനിറ്റെങ്കിലും അടച്ച് വെക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നോക്കുമ്പോൾ അധികം വെള്ളമൊക്കെ ആയിട്ട് അങ്ങനെ സ്റ്റിക്കി പോലെ ആയിട്ടുണ്ടാവും. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് അത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ 10 മിനിറ്റ് വരെ അടച്ച് വെച്ച് ഞാനിതാ വീണ്ടും തുറന്ന് ഒന്നും കൂടെ ഇളക്കിയെടുത്ത് ഈ ഒരു സമയത്ത് നല്ല റെഡി ആയിട്ടുണ്ട്. നമ്മൾ റൈസ് കറക്റ്റ് ആയിട്ടുണ്ട്. സൗദി അറേബ്യയിലത്തെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു കബ്സ റെസിപ്പിയാണ്, മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഫ്ലോപ്പ് ആവില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതുപോലത്തെ ചാനലിൽ ഒരുപാട് റൈസ് റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടുനോക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ സൽസയൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.